അതിജീവിതയ്ക്കൊപ്പമാണ് ഇതുവരെ സർക്കാർ നിലകൊണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സംസ്ഥാന സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാണ് CPM ഇതുവരെയും തുടർന്നതും അതിജീവിതയ്ക്കൊപ്പമാണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസ് വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിധിയുടെ പൂർണ്ണമായ ഭാഗം കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുക. ഒരു വലിയ വിഭാഗത്തെ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വെറുതെ കുറച്ചാളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അതിക്രമമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളുണ്ട്. അതിൻ്റെ ഗൂഢാലോചന ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി വിധിയുടെ ഭാഗമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അതിജീവിതക്കൊപ്പമാണ് ഗവൺമെൻറ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും. അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് CPIM എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. CPIM ഉറച്ച നിലപാടാണ്. അതിജീവിതക്കൊപ്പമാണ്